വെൽക്കം ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത്. അതായത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്കുള്ള SI ആൻഡ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നോക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റ്സ് ആണ്. അതിൽ ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 15th ഏപ്രിലാണ്. ക്ലോസിംഗ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ വരുന്നത് 14th മെയ് ആയിരിക്കും. അപ്പോൾ ഏപ്രിൽ 15 മുതൽ മെയ് 14 വരെയാണ് ഇതിലേക്കുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് വരുന്നത്. ഇനി ഡേറ്റ് ഫോർ മോഡിഫിക്കേഷൻ വിൻഡോ ഫോർ കറക്ഷൻസ് ഇൻ ആപ്ലിക്കേഷൻ ഫോം വിത്ത് പേയ്മെൻറ്റ് ഓഫ് മോഡിഫിക്കേഷൻ ഫീ വരുന്നത് 15th മെയ് ടു 24th മെയ് ആണ്. അപ്പോൾ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് പറ്റുന്നത് ഈ ഡേറ്റുകൾക്കിടയിലായിരിക്കും. അതായത് മെയ് 15-നും മെയ് 24-നും ഇടയ്ക്കായിട്ടാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് 15th ഏപ്രിലാണ്. ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് 14th മെയ്യും. ഇനി ഈ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ വരുന്ന വേക്കൻസീസിൻ്റെ എണ്ണമാണ് ഇനി പറയുന്നത്. അതിൽ സബ് ഇൻസ്പെക്ടർ കാറ്റഗറി പേ ലെവൽ 7th വരുന്നതാണ്. പേ ലെവൽ 6 വരുന്ന ഒരു പോസ്റ്റാണ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇനീഷ്യൽ പേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 35,400 ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ഉണ്ടാവേണ്ട ഏജ് ലിമിറ്റ് പറയുന്നത് 20 to 28 ആണ്. ഇനി ടോട്ടൽ വേക്കൻസീസ് പറയുന്നത് 452 ആണ്. SI പോസ്റ്റിലേക്ക് പറയുന്ന വേക്കൻസീസ് 452 ആണ്. അതിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 384 വേക്കൻസിയും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 68 വേക്കൻസിയാണ്. അങ്ങനെ ടോട്ടൽ 452 വേക്കൻസിയാണ് SI പോസ്റ്റിലേക്ക് പറഞ്ഞിരിക്കുന്നത്. ഇനി കോൺസ്റ്റബിൾസിൻ്റെ വേക്കൻസീസാണ് നമ്മൾ നോക്കുന്നത്. അത് പേ ലെവൽ 3 വരുന്ന പോസ്റ്റാണ് കോൺസ്റ്റബിൾ പോസ്റ്റ്. അതിൻ്റെ ഇനീഷ്യൽ പേ സ്റ്റാർട്ട് ചെയ്യുന്നത് 21,700 ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ഉണ്ടാവേണ്ട ഏജ് ലിമിറ്റ് 18 to 28 ഇയേഴ്സ് ആയിരിക്കും. ടോട്ടൽ വേക്കൻസീസ് പറയുന്നത് 4,208 വേക്കൻസിയാണ്. അതായത് കോൺസ്റ്റബിൾ പോസ്റ്റിനാണ് കൂടുതൽ വേക്കൻസി ഉള്ളത്. അത് 4,208 ആണ്. ഇതിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 3,577 വേക്കൻസിയും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 631 വേക്കൻസിയുമാണ് ഉള്ളത്. അങ്ങനെ ടോട്ടൽ 4,208 വേക്കൻസിയാണ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് പറയുന്നത്. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ SI പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ഉണ്ടാവേണ്ടത് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ആണ്. കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് 10th പാസ്സാണ് പറയുന്നത്. 10th പാസ് ഓർ ഈക്വലൻ്റ് ആണ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ഉണ്ടാവേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഇനി ഏജ് ലിമിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. SI കാൻഡിഡേറ്റ്സിന് 20 to 28 കോൺസ്റ്റബിൾ കാൻഡിഡേറ്റ്സിന് 18 to 28 ആണ് ഉണ്ടാവേണ്ടത്. ഇനി ഏജ് റിലാക്സേഷനും ആപ്ലിക്കബിൾ ആണ്. അത് ആവശ്യമായിട്ട് വരുന്ന കാൻഡിഡേറ്റ് നമ്മുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് വേണ്ടുന്ന കാൻഡിഡേറ്റ്സ് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. ഇനി ആപ്ലിക്കേഷൻ ഫീസ് പറയുന്നത് ഫോർ ഓൾ കാൻഡിഡേറ്റ്സ് 500 രൂപയാണ്. ഇതിൽ 400 രൂപ നമ്മളുടെ എക്സാം CBT എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 500 ആണ് ഓൾ കാൻഡിഡേറ്റ്സിന് വരുന്ന ഫീസ്. ഇനി കാൻഡിഡേറ്റ് ബിലോങ് ടു SC ST എക്സ് സർവീസ് ഫീമെയിൽ മൈനോറിറ്റീസ് ഓർ എക്കണോമിക്കലി വീക്ക് ക്ലാസ്സസിന് പറയുന്നത് 250 രൂപയാണ്. ഇതിൽ ഈ പറയുന്ന 250 രൂപയും ബാങ്കിൻ്റെ പ്രോസസ്സിംഗ് ചാർജസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് നമ്മളുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. എപ്പോഴാണ്? എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രം. രണ്ടിനും റീഫണ്ട് വരുന്നുണ്ട്. അത് എക്സാം അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമ്മൾ അടച്ച ഫീസ് റീഫണ്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഫോർ ഓൾ കാൻഡിഡേറ്റ്സിന് 500 രൂപയും കാൻഡിഡേറ്റ്സ് ബിലോങ് ടു SC ST എക്സ് സർവീസ് ഫീമെയിൽ മൈനോറിറ്റീസ് ഓർ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ് അവർക്ക് 250 രൂപയുമാണ് ഫീസ് വരുന്നത്. ഓൺലൈനായിട്ട് തന്നെയാണ് ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടത്. ഇനി ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏത് റെയിൽവേ സോണിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ RRB ചെന്നൈ ആണ് നമ്മൾ റീജിയനായിട്ട് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇതാണ് rrbchennai.gov.in. ഇപ്പോൾ തിരുവനന്തപുരം ആണെങ്കിൽ rrbtirunavaram.gov.in അങ്ങനെ ആയിരിക്കും ഒഫീഷ്യൽ വെബ്സൈറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഏത് സോണിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കായിരിക്കണം നമ്മൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ്
ഓൺലൈൻ നമ്മളുടെ വെബ്സൈറ്റ് RRBയുടെ വെബ്സൈറ്റ് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഏതാണോ സോൺ അവിടുത്തെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് മാത്രം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ്, അതായത് SIയുടെയും കോൺസ്റ്റബിളിൻ്റെയും സെലക്ഷൻ പ്രോസസ്സ് ഇങ്ങനെയാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെയും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റിൻ്റെയും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെയും ബേസിസിലായിരിക്കും. 3 പ്രോസസ്സായിട്ടാണ്, 3 സ്റ്റേജായിട്ടാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റേജിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും. അത് ക്വാളിഫൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ. അങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. അതിൽ ആദ്യം നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. ഫോർ ബോത്ത് SI ആൻഡ് കോൺസ്റ്റബിൾസിൻ്റെ കാര്യമാണ് പറയുന്നത്. അതിൽ എക്സാമിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ 90 മിനിറ്റ്സ് ആയിരിക്കും. രണ്ടിനും 90 മിനിറ്റ്സ് ആയിരിക്കും, 1.5 മണിക്കൂറായിരിക്കും ഇതിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് 120 ആണ്. ഓരോ ശരി ഉത്തരത്തിനും നമുക്ക് 1 മാർക്ക് വീതമായിരിക്കും കിട്ടുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, അത് 1/3 ആണ്. 3 തെറ്റുത്തരത്തിന് 1 മാർക്ക് എന്ന രീതിയിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും. ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് ആണ്. 90 മിനിറ്റ് ആണ് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് വരുന്നത്. ഇതിൽ SI കാൻഡിഡേറ്റ്സിന് ഗ്രാജുവേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കോൺസ്റ്റബിൾസിന് 10th ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ സിലബസിനെ പറ്റിയും നമ്മളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം. ഇനി നമ്മൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. ആദ്യം SIയുടെ നോക്കാം. SIയുടെ മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെയാണ് നോക്കുന്നത്. 1600 മീറ്റർ റണ്ണാണ് വരുന്നത്. മെയിൽസിന് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് 6 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ടാണെങ്കിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 800 മീറ്റർ റണ്ണാണ് വരുന്നത്. അത് 4 മിനിറ്റ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു റണ്ണിന് ഒരു ചാൻസേ ഉണ്ടാവുള്ളൂ. ഇനി അടുത്തത്, ഈ റൺ ക്വാളിഫൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ലോങ് ജമ്പും ഹൈ ജമ്പും അങ്ങനെ 2 കാറ്റഗറീസ് വരുന്നുണ്ട്. അതിൽ ലോങ് ജമ്പ് മെയിൽ കാൻഡിഡേറ്റ്സിന് 12 ഫീറ്റാണ് പറയുന്നത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 9 ഫീറ്റും ഉണ്ടാവും. ഹൈ ജമ്പ് പറയുന്നത് 3 ഫീറ്റ് 9 ഇഞ്ചാണ് മെയിൽ കാൻഡിഡേറ്റ്സിന്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 3 ഫീറ്റാണ് പറയുന്നത്. ഈ ലോങ് ജമ്പിനും ഹൈ ജമ്പിനും 2 ചാൻസ് തരുന്നതായിരിക്കും. അതിലേതെങ്കിലും ഒരു ചാൻസിൽ നമ്മൾ ക്വാളിഫൈ ചെയ്താൽ മതി. പക്ഷേ ഇതിൻ്റെ റൺ വരുന്നത് ഒറ്റ ചാൻസേ ഉണ്ടാവുള്ളൂ റണ്ണിന്. പക്ഷേ ലോങ് ജമ്പിനും ഹൈ ജമ്പിനും 2 ചാൻസ് വീതം ലഭിക്കും. അത് SIയുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി കോൺസ്റ്റബിൾസിൽ മെയിൽസിന് പറയുന്നത് 1600 മീറ്റർ റൺ 5 മിനിറ്റ് 45 സെക്കൻഡ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അത് മെയിൽ കാൻഡിഡേറ്റ്സ് ആണ് 1600 മീറ്റർ റൺ 5 മിനിറ്റ് 45 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഫീമെയിൽ കാൻഡിഡേറ്റ് 800 മീറ്റർ റണ്ണാണ് 3 മിനിറ്റ് 40 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. ഇനി ലോങ് ജമ്പ് മെയിൽസിന് 14 ഫീറ്റാണ്, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 9 ഫീറ്റും. ഇനി ഹൈ ജമ്പ് പറയുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിന് 4 ഫീറ്റും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 3 ഫീറ്റുമാണ്. അപ്പോൾ ഇതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് മെഷർ ചെയ്ത് നോക്കുമ്പോൾ ഹൈറ്റ് പറയുന്നുണ്ട്. അത് കാറ്റഗറി വൈസ് ഡിഫറെൻ്റ് ആണ്. കാറ്റഗറി ആദ്യം UR EWS ആൻഡ് OBC കാൻഡിഡേറ്റ്സിന് മെയിൽ കാൻഡിഡേറ്റ്സിന് ഉണ്ടാവേണ്ട ഹൈറ്റ് 165 സെൻറ്റിമീറ്റർ ആണ്. ഫീമെയിൽ കാൻഡിഡേറ്റിന് 157. ഇനി ചെസ്റ്റിൻ്റെ എക്സ്പാൻഷൻ മെയിൽ കാൻഡിഡേറ്റിന് മാത്രമാണ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അതിൽ ചെസ്റ്റിൻ്റെ എക്സ്പാൻഷൻ അൺഎക്സ്പാൻഡഡ് 80 സെൻറ്റിമീറ്ററും എക്സ്പാൻഡഡ് 85 സെൻറ്റിമീറ്ററുമാണ്. ഇത് ഏത് കാറ്റഗറിയാണ്? UR EWS ആൻഡ് OBC. ഈ കാൻഡിഡേറ്റ്സിൻ്റെ കാര്യമാണോ പറഞ്ഞത്. ഹൈറ്റ് 165 സെൻറ്റിമീറ്റർ മെയിൽസിന്, ഫീമെയിൽസിന് 157. ചെസ്റ്റിൻ്റെ എക്സ്പാൻഷൻ മെയിൽസിന് അൺഎക്സ്പാൻഡഡ് 80ഉം എക്സ്പാൻഡഡ് 85ഉം. ഇനി SC ST കാൻഡിഡേറ്റിൻ്റെ കാര്യമാണ് നോക്കുന്നത്. SC ST കാൻഡിഡേറ്റിന് മെയിൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് ഉണ്ടാവേണ്ടത് 160 സെൻറ്റിമീറ്റർ ആണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 152. ഇനി ചെസ്റ്റിൻ്റെ എക്സ്പാൻഷൻ അൺഎക്സ്പാൻഡഡ് 76.2 സെൻറ്റിമീറ്ററും എക്സ്പാൻഡഡ് 81.2 സെൻറ്റിമീറ്ററുമാണ് പറയുന്നത്. ഇത് SIയുടെ കാര്യമാണ്. ഇനി കോൺസ്റ്റബിൾസിൻ്റെ കാര്യം നോക്കാം. അതിൽ UR EWS ആൻഡ് OBC കാൻഡിഡേറ്റ്സിന്, ആ കാറ്റഗറിയിൽ വരുന്ന കാൻഡിഡേറ്റ്സിന് മെയിൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് ഉണ്ടാവേണ്ടത് 165 സെൻറ്റിമീറ്റർ ആണ്. ഫീമെയിൽ കാൻഡിഡേറ്റിന് 157 സെൻറ്റിമീറ്ററും. ഇനി ചെസ്റ്റിൻ്റെ എക്സ്പാൻഷൻ മെയിൽസിന് അൺഎക്സ്പാൻഡഡ് 80 സെൻറ്റിമീറ്ററും എക്സ്പാൻഡഡ് 85 സെൻറ്റിമീറ്ററുമാണ് വേണ്ടത്. ഇനി കാൻഡിഡേറ്റ്സ് ബിലോങ്സ് ടു SC ആൻഡ് ST. അതിൽ
മെയിൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് ഉണ്ടാവേണ്ടത് 160 സെൻറ്റിമീറ്ററും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 152 സെൻറ്റിമീറ്ററുമാണ്. ചെസ്റ്റിൻ്റെ അൺഎക്സ്പാൻഡഡ് 76.2 സെൻറ്റിമീറ്ററും എക്സ്പാൻഡഡ് 81.2 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ ഇത്രയുമാണ് ഫിസിക്കൽ മെഷർമെൻറ്റിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ നോക്കുക, ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് CBT എക്സാമിനേഷൻ്റെയും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെയും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൻ്റെയും ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റിൻ്റെയും ബേസിസിലാണ്. പിന്നെ അതിന് ശേഷമായിരിക്കും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ള എലിജിബിൾ ആയിട്ടുള്ള എല്ലാ കാൻഡിഡേറ്റ്സും അപ്ലൈ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്